നമസ്കാരം. ഗൾഫ് വാർത്ത. ഹൃദയാഘാതത്തെ തുടർന്ന് കാസർഗോഡ് സ്വദേശി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിൽ മരിച്ചു. മഞ്ചേശ്വരം ഹൗസങ്കടി സ്വദേശി കൊമ്മര ഹൌസിൽ അക്ബർ മുഹമ്മദാണ് മരിച്ചത്. 2 ആഴ്ച മുൻപ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ താമസസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ മരിച്ചത്. 25 വർഷത്തിലേറെയായി അൽ ഖോബാറിൽ പുസ്തകശാല നടത്തി വരികയായിരുന്നു. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായി കുവൈറ്റിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തി. ഷുവൈക്ക് വ്യവസായ മേഖലയിലെ നിരവധി വാഹന വർക്ക്ഷോപ്പുകളിലാണ് പരിശോധന. ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മുൻകൈയെടുത്താണ് ക്യാമ്പയിൻ നടത്തിയത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പുകൾ പാലിക്കേണ്ട സാങ്കേതികവും നിയമപരവുമായ എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിലാണ് പരിശോധന ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുവൈറ്റിലെ ഖൈറാനിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ നിരവധി പേർ അറസ്റ്റിൽ. ഉപപ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയമലംഘകരെ പിടികൂടുന്നതിനും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് അൽ ഖൈറാനിൽ സുരക്ഷാ സേന ഫീൽഡ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത്. പരിശോധനയിൽ 467 ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി. യുഎഇയുടെ പതാക ദിനത്തിൽ ദേശീയതയുടെയും കൂറിന്റെയും ഊഷ്മളത പ്രകടമാക്കി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് വിപുലമായ യുഎഇ പതാക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. അൽ ജാഫ്ലയിലെ GDRFA മുഖ്യ ആസ്ഥാനത്താണ് ചടങ്ങ് നടന്നത്. മലപ്പുറം സ്വദേശി ഒമാനിൽ അന്തരിച്ചു. വേങ്ങര കണ്ണമംഗലം പക്കിടരി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. പിതാവ് മുഹമ്മദ് കുട്ടി, മാതാവ് കദിയക്കുട്ടി, ഭാര്യ റസിയ. ഖൗല ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു.